ഞാൻ ഈ ഡേഗ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്ഥിരം ഒരു കസ്റ്റമറാണ്. അത് പ്രധാനമായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെ അലോവേറ ജെല്ലും അതുപോലെ തന്നെ ലിപ് ബാമുമാണ്. എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റ് പല ബ്രാൻഡ്സും എനിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ യൂസ് ചെയ്താൽ തന്നെ എനിക്കതിന് പിമ്പിൾസും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഈ ഒരു ബ്രാൻഡിന് അവർ പറയുന്നത് തന്നെ അവർ നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്കിതുവരെ ഡേഗയുടെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് മോശമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഡേഗയുടെ അലോവേറ ജെല്ലും അതുപോലെ തന്നെ ലിപ് ബാം, ബീട്രൂട്ടിൻ്റെ ലിപ് ബാമും കൂടി ഒരു കോംബോ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അതിന് വാങ്ങിയതാണ്. ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡേഗയുടെ ബീട്രൂട്ടിൻ്റെ ലിപ് ബാമും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ലിപ് ബാമുമാണ്. എൻ്റെ ലിപ്സ് പിഗ്മെൻറ്റഡും ആണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് നന്നായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. ഡേഗയുടെ ഈ 2 ടോണേഴ്സ്, ടീ ട്രീ ഫേഷ്യൽ ടോണറും അതുപോലെ തന്നെ റോസ് വാട്ടർ ടോണറും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ റോസ് വാട്ടർ ടോണർ യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഒന്നും കൂടെ നല്ല റിസൾട്ട് കിട്ടിയത്. സ്കിന്നിൽ പിമ്പിൾസൊക്കെ കുറയാനും ആ ഡാർക്ക് മാർക്സ് ഒക്കെ ഒന്ന് കുറയാനും അതുപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഒക്കെ ഈ ഒരു റോസ് വാട്ടർ ടോണറും അതുപോലെ തന്നെ അലോവേറ ജെല്ലും യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ടത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ പോലെ തന്നെ അൺബോക്സ് ചെയ്ത് വന്നപ്പോൾ പാക്കേജിങ് എനിക്ക് നന്നായിട്ട് തന്നെയാണ് ഇവരുടെ വരുന്നത്. ഈ ഒരു പാക്കേജിങ്ങിൽ ബീട്രൂട്ടിൻ്റെ ലിപ് ബാം ഡേഗ ലോഞ്ച് ചെയ്തിട്ട് ഇത് ആദ്യമായിട്ടാണ് ഞാൻ വാങ്ങുന്നത്. ലിപ്സ്റ്റിക്ക് പോലെ തന്നെ ആ ഒരു പാക്കേജിങ്ങിലാണ് നമുക്കിത് വരുന്നത്. നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിലും അതല്ല പുറത്തൊക്കെ പോകുമ്പോൾ ക്യാരി ചെയ്യാനാണെങ്കിലും ഈ ഒരു പാക്കേജിങ് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. കാണുമ്പോൾ ഇത്രയും കളർ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചുണ്ടിൽ വരച്ച് നോക്കുമ്പോൾ അത് ഒരുപാടങ്ങ് കളറായിട്ട് വരുന്നില്ല. ഇതുപോലൊരു ചെറിയൊരു ടിൻ്റായിട്ട് നമുക്ക് തോന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ഡേ കെയറിലാണെങ്കിലും നൈറ്റ് കെയറിനാണെങ്കിലും ലിപ് ബാമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് മുൻപായിട്ട് നമുക്ക് ഈ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ കളേഴ്സോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസോ അതും അല്ലെങ്കിൽ പാരബനോ പെട്രോളിയം ജെല്ലിയോ ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. അടുത്തത് ഈ ഒരു അലോവേറ ജെല്ലാണ്. അത് ഞാൻ പലവട്ടം യൂസ് ചെയ്തിട്ടും എനിക്ക് അത്ര റിസൾട്ട് തന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് 390 ഇതിൻ്റെ റേറ്റ് വരുന്നതെങ്കിലും വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നത് ഇതിന് അത്ര റിസൾട്ട് തരുന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ആദ്യം മുതൽ യൂസ് ചെയ്ത് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടിന്നിൻ്റെ വലിപ്പവും അതിൻ്റെ ആ ഒരു സൈസും കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഡേഗ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. ചില ബ്രാൻഡിൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗ്രീൻ കളറിലും അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഫ്രാഗ്രൻസും ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഈ ഒരു ഡേഗയുടെ ആദ്യം മുതൽ ഇപ്പോൾ വരെയാണെങ്കിലും നമ്മൾ വീട്ടിൽ നിൽക്കുന്ന അലോവേറ ജെല്ല് നമ്മൾ എടുത്തിട്ട് ചെയ്യുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് ഈ അലോവേറ ജെല്ല് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിലൊരു കളറോ അല്ലെങ്കിൽ ഒരു ഫ്രാഗ്രൻസോ ഒന്നും വരുന്നില്ല. നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം തന്നെ അത് നല്ലൊരു സൂത്തിങ് എഫക്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതും സ്കിന്നിൽ അത് പെട്ടെന്ന് അബ്സോർബ് ആകുകയും ചെയ്യും. നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ലിപ് ബാം എടുക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും കളർ തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചതുപോലെ തന്നെ നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് കളറായിട്ട് അത് കാണിക്കുന്നില്ല. എന്നാൽ നമ്മുടെ സ്കിന്ന് നല്ല സൂപ്പർ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡേഗയുടെ അലോവേറ ജെല്ല് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാം, നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഡേ കെയറിനോ നൈറ്റ് കെയറിനോ ഒക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാത്തവരാണെങ്കിലും നമുക്ക് ഡെയിലി സ്കിൻ കെയർ ബേസിസിൽ വേണമെങ്കിലും നമുക്ക് ഈ 2 പ്രോഡക്റ്റ്സ് മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിലും സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതിൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി റിസൾട്ട് തന്നിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 2-3 പ്രോഡക്ട്സേ ഉള്ളൂ ഡേഗയുടെ. അതെനിക്ക് നല്ല റിസൾട്ടും തന്നിട്ടുണ്ട്. സോപ്പും ഫേസ് വാഷും അതുപോലെ ഹെയർ കെയർ പ്രൊഡക്ട്സും ഒക്കെ ആയിട്ട് ഇവർക്ക് പല പ്രോഡക്ട്സും അവൈലബിൾ ആണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഡേഗയുടെ സൈഡിൽ കയറിയിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. നമ്മൾ സെപ്പറേറ്റ് ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് മേടിക്കുന്നതിനേക്കാളും നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് ചിലപ്പോൾ കോംബോ ഓഫറിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ മേടിക്കുന്ന സമയത്ത് ഒന്നും കൂടെ പ്രൈസ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓഫറൊക്കെ നോക്കിയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൈസ കുറച്ച് നമുക്ക് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും.